നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എ സി ഒറ്റ ചാപ്റ്റർ കുറേയേറെ ഡെറിവേഷൻസ് ഓർത്ത് വെച്ച് പഠിച്ചോണം. എ സിക്കകത്തു നിന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എ സി എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് ഒരു ലാസ്റ്റ് ടോപ്പിക്ക് പോലെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എ സിക്കകത്തുള്ളതല്ല, എന്നാൽ പോലും എ സി ജനറേറ്റർ പ്രിൻസിപ്പിൾ വർക്കിംഗ് പടമൊക്കെ വരച്ച് I=I0 sin omega t, E=E0 sin omega t എന്ന് പറയുന്ന ഡെറിവേഷൻ കിട്ടുന്നത്. പിന്നെ വാട്ട്ലെസ് കറണ്ട് പവർ 0 ആകുന്നതാണ് വാട്ട്ലെസ് കറണ്ട് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ ഉള്ളി, പവർ ഫാക്ടർ, ഇമ്പിഡൻസ്, അതിൻ്റെ ഡെറിവേഷൻ, ഇമ്പിഡൻസ് ട്രയാങ്കിള്, എന്താണ് പവർ ഫാക്ടർ, എന്താണ് ഇമ്പിഡൻസ്, LCR സർക്യൂട്ടിനകത്ത് സ്ഥിരം SA ആണ് LCR സർക്യൂട്ട്. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് ഡെറിവേഷൻ ഇച്ചിരി എഴുതി പഠിക്കേണ്ട ഡെറിവേഷൻസ് ആയതുകൊണ്ട് സമയം എടുത്ത് പഠിക്കണം, നല്ലപോലെ പഠിക്കണം. ഏകദേശം 10 മാർക്ക്, 8 മുതൽ 10 മാർക്ക് വരെ 8 മാർക്ക് ഉറപ്പിക്കാം ഈ ചാപ്റ്ററിൽ. നല്ലപോലെ വെച്ചാൽ 8 മാർക്ക് ഉറപ്പിക്കാം ചോയ്സ് ഉൾപ്പെടെ. അന്നേരം നല്ലപോലെ പഠിച്ചുകൊണ്ട് പോയാൽ എ സി നമ്മുടെ ഈ ചൂടത്ത് പോലും നല്ല സൂപ്പറായിട്ട് നമ്മളെ തണുപ്പിക്കും. പഠിച്ചുകൊണ്ടേ പോകാം കേട്ടോ. വിട്ടുകളയരുത്, പണി കിട്ടും. അതുകൊണ്ട് വിട്ടുകളയാതെ നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. നെവർ എവർ ഗിവ് അപ്പ്.